ഞാനൊന്ന് ചൂണ്ടയിട്ട് നോക്കിയതാണെന്ന് താങ്കൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അത്തരത്തിലുള്ള ചൂണ്ടയിൽ കൊത്തേണ്ട സമയത്ത് ഞങ്ങൾ കൊത്തും, അങ്ങനെ എപ്പോഴും ഞങ്ങൾ കൊത്തില്ല. നോക്കാം നമുക്ക്. ഓക്കെ, സമയമായിട്ടില്ല അല്ലെ ശ്രീ അരുൺകുമാർ? ഇനിയിപ്പോ അരുൺകുമാർ കേസ് കൊടുക്കേണ്ടി വരുമോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. 3 ഹൈക്കോടതി തള്ളിയ ഒരു കാര്യം, തിരുവനന്തപുരം വിജിലൻസ് കോടതി SFI അന്വേഷിക്കുന്ന ഒരു കേസിൽ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴനാടൻ കൊടുത്തൊരു കേസ് തള്ളിയതാണോ എന്റെ പൊന്നരുണെ നിങ്ങളൊരു ആന സംഭവമായി പറയുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ ഇത് പറയാൻ? നിയമ നടപടിയെടുക്കാൻ താങ്കൾ വെല്ലുവിളിക്കുന്നുണ്ട്. ശ്രീ അരുൺകുമാർ ഇപ്പോൾ പറഞ്ഞു നിയമപരമായും നേരിടും എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു കേസിലും വീണ വിജയൻ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടില്ല. അതൊരു വസ്തുതയാണ്. താങ്കൾ അങ്ങനെ ഒരു നിയമ നടപടി പ്രതീക്ഷിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിയോ, താങ്കൾ ഇപ്പോൾ മകനെതിരെയും ആരോപണം ഉന്നയിച്ചു, മുഖ്യമന്ത്രിയുടെ മകനോ മകളോ ആരെങ്കിലും ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് നേരിടാൻ താങ്കൾ തയ്യാറാണോ? അല്ല, ഞാൻ ഒരിക്കലും ഒരു നിയമ നടപടി, ഇപ്പം അരുൺകുമാർ സൂചിപ്പിച്ചു, നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. ഞാൻ നിയമപരമായി തന്നെ നമുക്ക് നേരിടാം. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ ഒരു കാരണവശാലും ഒരു പരാതിയും നിങ്ങൾ എനിക്കെതിരെ കൊടുക്കില്ല. കൊടുത്താൽ അത് നിങ്ങളുടെ ഒബ്ലിഗേഷൻ കൂടെയായി മാറും. ഇത് തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് തെളിയിച്ചാലേ എനിക്കെതിരെയുള്ള ആരോപണം നിലനിൽക്കുള്ളൂ, അല്ല എനിക്കെതിരെയുള്ള കേസ് നിലനിൽക്കുള്ളൂ. അപ്പോൾ ഞാനായിട്ട് ചോദിക്കുന്ന ഡോക്യുമെന്റ് നിങ്ങളായിട്ട് കൊണ്ടുതരേണ്ടി വരും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാനൊന്ന് ചൂണ്ടയിട്ട് നോക്കിയതാണെന്ന് താങ്കൾ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അത്തരത്തിലുള്ള ചൂണ്ടയിൽ കൊത്തേണ്ട സമയത്ത് ഞങ്ങൾ കൊത്തും, അങ്ങനെ എപ്പോഴും ഞങ്ങൾ കൊത്തില്ല. നോക്കാം നമുക്ക്. ഓക്കെ, സമയമായിട്ടില്ല അല്ലെ ശ്രീ അരുൺകുമാർ? ഇനിയിപ്പോ അരുൺകുമാർ കേസ് കൊടുക്കേണ്ടി വരുമോ വീണ ടിക്ക് വേണ്ടി? ഐ ഗോട്ട് എ റിലയബിൾ ഇൻഫർമേഷൻ ഫ്രം എ റിലയബിൾ പേഴ്സൺ വർക്കിംഗ് എബ്രോഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. എവിടെ നിന്ന് കിട്ടി, എന്താണ്? ഒരു രേഖയുമില്ല. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ എന്തെങ്കിലും ഒരു സാധുകാരികമായ രേഖ വേണ്ടേ? താങ്കളും ഹൈക്കോടതിയിലെ പ്രാക്ടീസിംഗ് ലോയർ ആണല്ലോ. ഇത്രയും അടിസ്ഥാനമില്ലാതെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഈസി അല്ലേ? ദാ ഷോൺ ജോർജ് ഇരിക്കുന്നു, നടപടി നേരിടാൻ തയ്യാറാണെന്ന് വീണ്ടും വെല്ലുവിളിക്കുന്നു. താങ്കൾ കേസ് കൊടുക്കോ? അതെ, നോക്കാം, നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ആരോപണം കഴിഞ്ഞ 7 വർഷമായി തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ? 7 വർഷമായി ഏതെങ്കിലും ഒരു ആരോപണം നിയമ നടപടി എടുക്കും, നിയമപരമായി നേരിടും എന്ന് പ്രഖ്യാപിച്ചത് ശ്രീ അരുൺകുമാറാണ്. കൊടുക്കുമോ ഷോൺ ജോർജിനെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി? ഇനി വീണ ടി തയ്യാറല്ലെങ്കിൽ CPM ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, താങ്കൾക്ക് കൊടുക്കുമോ? നമുക്ക് നോക്കാതെ കഴിഞ്ഞ 7 വർഷമായി എത്രയോ ആരോപണം ഷോൺ ജോർജ് ഒരുപാട് ആരോപണം ഉന്നയിച്ചു. ഒരുപാട് തവണ നിങ്ങൾ ഇതുപോലെ വെല്ലുവിളിച്ചു. നിയമ നടപടി എടുക്കാമല്ലോ. എടുക്കുമോ? ശ്രീ ഷോൺ ജോർജ് ഇരുന്ന് വെല്ലുവിളിക്കുന്നു, ഒരു മറുപടി കൊടുക്കൂ. നിയമ നടപടി എടുക്കുമോ? നോക്കാന്ന്. അതായത് ഒരു രേഖ പോലും കാണിക്കാതെ ഒരു ആരോപണം ഉന്നയിച്ച് മാധ്യമങ്ങൾ 2 ദിവസമായി ചർച്ച ചെയ്ത് ഇന്നലെ ഹൈക്കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. സ്വീകരിക്കുമെന്ന് പറഞ്ഞു ഇവിടെ ഇറങ്ങുമ്പോൾ അരുണ് ഫോൺ വരും. ആവശ്യമില്ലാത്ത അരുൺ പാർട്ടിയായിട്ട് ചർച്ച ചെയ്യാതെ ഇത്ര കാര്യങ്ങൾ ഇവിടെ ചാനൽ പറയരുത്. ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അതിന്റെ പുറകെ പോകേണ്ട സമയത്ത് ഞങ്ങൾ പോകും. 7 വർഷമായി ഒരുപാട് ഉന്നയിച്ചല്ലോ. ഏതെങ്കിലും ഒന്ന് തെളിയിക്കാൻ പറ്റിയോ? ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ കണികയെങ്കിലും തെളിയിക്കാൻ ഈ ഇടതുപക്ഷത്തിനെതിരെ പറ്റിയോ? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ പറ്റിയോ? എല്ലാം എടുത്ത് ജനങ്ങൾ തോട്ടിലെറിഞ്ഞ് കളഞ്ഞില്ലേ എത്രയോ ആരോപണങ്ങൾ? അതുകൊണ്ട് ഇത് കൃത്യമായി ജനങ്ങൾ പരിശോധിക്കും. ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ 1,72,00,000 രൂപ CMR-ൽ നിന്നും എന്തിന് കൈപ്പറ്റിയെന്നാണ് അരുൺ പറഞ്ഞത്. ഇതിനു മുമ്പ് ജാവയൊക്കെ പറഞ്ഞത് ഇവിടെ വലിയ തമാശയായ, കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു തമാശയാണ് ജാവയും അതുപോലെ മൈക്രോസോഫ്റ്റിന്റെ ഒക്കെ കാര്യം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി, തിരുവനന്തപുരം വിജിലൻസ് കോടതി ഇപ്പൊ ആരോപണം നിങ്ങൾ ഉന്നയിച്ചോ? നിങ്ങൾ അതിന്റെ പുറകെ നടക്ക്. കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, ഈ നാടിന് ബോധ്യമുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. 3 ഹൈക്കോടതി തള്ളിയ ഒരു കാര്യം, തിരുവനന്തപുരം വിജിലൻസ് കോടതി SFI അന്വേഷിക്കുന്ന ഒരു കേസിൽ വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോഴനാടൻ കൊടുത്തൊരു കേസ് തള്ളിയതാണോ എന്റെ പൊന്നരുണെ നിങ്ങളൊരു ആന സംഭവമായി പറയുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ ഇത് പറയാൻ? കാരണം കർണാടക ഹൈക്കോടതി, കേരള ഹൈക്കോടതി, ഡൽഹി, കേരള ഹൈക്കോടതി 2 പ്രാവശ്യം ഇത്രയും തള്ളിയ ഒരു കേസ് ഇപ്പൊ നാളെ ഈ കേസ് CMR-ന് ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ED അന്വേഷണം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ കോടതിയിൽ അറിഞ്ഞുണ്ടല്ലോ. നാളെ പറഞ്ഞ KSIDC ഈ അന്വേഷണം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSIDC കൊടുത്ത ഹർജി നാളെ വീണ്ടും പരിഗണനയ്ക്ക് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാനാണ് കൊടുത്തത്. ഇവിടെ ഒന്നും ഒരു ഹൈക്കോടതിയിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ വിധി സമ്മതിക്കാൻ പറ്റിയില്ല. മുഖ്യമന്ത്രിയുടെ വകുപ്പിന്റെ കീഴിൽ, മുഖ്യമന്ത്രിയുടെ മൂക്കിന് കീഴിലുള്ള വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയതാണോ നിങ്ങൾ ഈ ആനയായിട്ട് പറയുന്നത്? ഒരു മിനിറ്റ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ താങ്കളെ തിരിച്ചു വരാം.
ദയവായി ക്ഷമിക്കണം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, താങ്കളിലേക്ക് വരാൻ വളരെയധികം വൈകിട്ടുണ്ട് എനിക്കറിയാം. പക്ഷേ ചില വിവരങ്ങൾ പരസ്യമായി ആരോപണം ഉന്നയിച്ച വ്യക്തിയിൽ നിന്ന് തന്നെ കിട്ടുക എന്നുള്ളതായിരുന്നു അതിൽ പ്രധാനം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിരിക്കുന്നത് മുഖ്യമന്ത്രി വിശദീകരിക്കണം എന്നാണ്. മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ട സമയമായിട്ടുണ്ടോ? ശ്രീ അരുൺകുമാർ പറഞ്ഞതുപോലെ 7 വർഷമായി എന്തൊക്കെ കേൾക്കുന്നു, അതിനോടൊക്കെ മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ? ഇത് അതുപോലെ മുഖ്യമന്ത്രി പ്രതികരിക്കുകയോ അവഗണിക്കുകയോ ചെയ്യാൻ മാത്രം ഗൗരവമുള്ള ആരോപണമാണോ? ശ്രീ അരുൺകുമാർ, അവസാനമായി താങ്കളോട് ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രി മറുപടി പറയുമോ? എവിടെ നിന്നെങ്കിലും ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾക്ക് ഒരു മറുപടി കേരളത്തിന് പ്രതീക്ഷിക്കാമോ? അതില്ലെങ്കിൽ അത്രയും തെറ്റായാണ്, അടിസ്ഥാനരഹിതമാണെങ്കിൽ നിയമ നടപടി പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ? നേരത്തെ താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൻ ഈ ബാങ്കിലല്ല എന്ന്, ആണെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് ഷോൺ ജോർജ് പോയത്. അതിനുകൂടിയുള്ള മറുപടി. യെസ്, ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രതിനിധി വീണ്ടും ആവർത്തിക്കുകയാണല്ലോ. ആധികാരികമായി ഞാൻ പറയുന്നു, ഇന്ന് ശ്രീ ഷോൺ ജോർജ് ഉന്നയിച്ച കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും രണ്ടും 2 കമ്പനിയാണ്. ഇവിടെ പറഞ്ഞ കമ്പനികളുടെ ഓണർമാർ രണ്ടും 2 തരത്തിലുള്ളതാണ്. ഒന്ന് സിംഗിൾ ഓണറാണ്, മറ്റ് കമ്പനിയുടെ മറ്റു തരത്തിലാണ്. അതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള സർവീസാണ് 2 കമ്പനിയും ചെയ്യുന്നത്. 2 കമ്പനിയുടെ പേര് വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ കമ്പനികൾ തമ്മിൽ ഒരു തരത്തിലുള്ള ബന്ധമില്ല എന്ന് ആധികാരികമായി ഞാൻ പറയുന്നു. പിന്നെ ഷാനി വീണ്ടും ചോദിക്കുന്നുണ്ട്, നിയമപരമായി നേരിടുമോ പ്രതികരിക്കുമോ എന്നതാണ്. ഞങ്ങൾ അങ്ങനെ പ്രതികരിക്കാൻ നോക്കിയിരുന്നുവെങ്കിൽ ഈ ലാവലിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ കേസുകൾ ഞങ്ങൾ കൊടുക്കണമായിരുന്നു. ജില്ലാ കോടതി തള്ളിയില്ലോ, ഹൈക്കോടതി തള്ളി. ഞാൻ പറയാം, ജില്ലാ കോടതി തള്ളി, ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി പറഞ്ഞില്ലേ, തെളിവിന്റെ ഒരു കണികയെങ്കിലും ഹാജരാക്കിയാൽ മാത്രമേ ഈ അപ്പീൽ ഞങ്ങൾ തൊടുകയുള്ളൂ എന്ന് പറഞ്ഞ് 31 തവണ CBI ആണ് ആ കേസ് മാറ്റിവെച്ചത്. കമല ഇന്റർനാഷണൽ എത്ര മാസം എത്ര വർഷം ഇവിടെ ചർച്ച നടത്തി. അന്ന് ഞങ്ങൾ കേസ് കൊടുക്കാൻ പോയിരുന്നുവെങ്കിൽ ആ ആരോപണം ഉന്നയിച്ച എത്രയോ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പോലും ആരോപണത്തിന് ശ്രീ MV ഗോവിന്ദൻ മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ശക്തമായ നിയമ നടപടികൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളുടെ നേതാക്കൾ തെറ്റായ വാർത്തകൾ വരുമ്പോഴൊക്കെ അത്തരത്തിൽ നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ മാത്രം നിങ്ങൾ നിയമ നടപടി എടുക്കുക. ഈ കേസിൽ മാത്രം ഒരു ഔദാര്യം അല്ലല്ല, ഈ കേസിൽ മാത്രമല്ല, പിണറായി സഖാവിന്റെ വീടെന്ന് പറഞ്ഞ് ചാവക്കാടുള്ള ഒരു വ്യവസായിയുടെ വീട് കാണിച്ച് 12 വർഷത്തോളമാണ് ഇവിടെ ആരോപണം ഉന്നയിച്ചത്. അന്നും ഞങ്ങൾ നിയമ നടപടിക്ക് പോയില്ല. സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറഞ്ഞ് കഴിഞ്ഞ 5-6 വർഷമായി നിരന്തരം ആരോപണം. ഞങ്ങൾ അത്തരത്തിൽ ഡിഫാമേഷൻ നോട്ടീസ് അയച്ചില്ല. നിയമ നടപടി സ്വീകരിക്കില്ല എന്നാണോ ശ്രീ അരുൺകുമാർ? മറ്റ് നേതാക്കളൊക്കെ നിയമ നടപടി സ്വീകരിക്കും, പിണറായി വിജയൻ മാത്രം സ്വീകരിക്കില്ല എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല, ഞാൻ പറയട്ടെ, ഇടപെടല്ലേ. കൃത്യമായി മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. മടിയിൽ കനമുള്ളവർ മാത്രം വഴിയിൽ പേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ കോടതിയിൽ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു. ചരിത്രം ഞങ്ങൾക്ക് മുന്നിൽ വഴിമാറി. ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം ഭരണ തുടർച്ചയിലേക്ക് വന്നത് ഇവർ ആരോപണങ്ങൾക്ക് പിന്നാലെ പോയി. ഞങ്ങൾ ജനങ്ങളുടെ കണ്ണീരൊപ്പി അവരുടെ ഒപ്പം നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം വസ്തുതയുടെ ഒരു പുലബന്ധവുമില്ലാതെ കള്ള ആരോപണം ഉന്നയിച്ചു വന്നു. ഞങ്ങൾ നേരിടും, കൃത്യമായി പ്രതികരിക്കും, നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടും. എന്തും പറയാം. അത് മാധ്യമങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആക്കി മാറ്റും. വൈകുന്നേരം ചാനൽ ചർച്ചകളിൽ മണിക്കൂറുകൾ അതിനുവേണ്ടി ചെലവഴിക്കും. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് പോയി നിയമ നടപടി എടുക്കാൻ. നിങ്ങൾ നിയമ നടപടി എടുക്കുകയാണെങ്കിൽ അതിനുള്ള മറുപടിയുമായി നിങ്ങൾക്ക് തമ്മിൽ തീർക്കാവുന്നതേ ഉള്ളൂ, നിയമ നടപടി എടുക്കുകയാണെങ്കിൽ. നന്ദി ശ്രീ അരുൺകുമാർ. Audio Jungle.